യദ്ഭീത്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാതി വായുസ്തഥന്യേ യദ്ഭീതാഃ പദ്മജാദ്യാഃ പുനരുചിതബലീനാഹരന്തേനുകാലം യേനൈവാരോപിതാഃ പ്രഗ്നിജപദമപി തേ ച്യാവിതാരശ്ച പശ്ചാത് തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണ കുർമ പ്രണാമം. യദ്ഭീത്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാതി വായുസ്തഥാന്യേ യദ്ഭീതാഃ പദ്മജാദ്യാഃ പുനരുചിതബലീനാഹരന്തേനുകാലം യേനൈവാരോപിതാഃ പ്രഗ്നിജപദമപി തേ ച്യാവിതാരശ്ച പശ്ചാത് തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണ കുർമ പ്രണാമം. സൂര്യ യദ്ഭീത്യാ ഉദേതി. സൂര്യ യദ്ഭീത്യാ ഉദേതി എന്ന് പറയുമ്പോൾ 8-ാം ശ്ലോകത്തിൽ പറയുന്നു യത് സൂര്യ യദ്ഭീത്യാ ഉദേതി. സൂര്യൻ യാതൊരുത്തനിലുള്ള ഭയം കൊണ്ട് ഉദിക്കുന്നു. സൂര്യ യദ്ഭീത്യാ ഉദേതി. 8-ാം ശ്ലോകത്തിൽ പറയുന്നു സൂര്യ യദ്ഭീത്യാ ഉദേതി. സൂര്യൻ യാതൊരുത്തനിലുള്ള ഭയം കൊണ്ട് ഉദിക്കുന്നു. അതായത് സൂര്യൻ ആരെ ഭയപ്പെട്ടാണ് എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉദിക്കുന്നത് എന്നാണ്. സൂര്യ യദ്ഭീത്യാ ഉദേതി. സൂര്യൻ യാതൊരുത്തനിലുള്ള ഭയം കൊണ്ട് ഉദിക്കുന്നു. ദഹന ദഹതീച്ച എന്ന് പറയുന്നു. അഗ്നി ദഹിപ്പിക്കുന്നു. ദഹന ദഹതീച്ച എന്ന് പറയുമ്പോൾ അഗ്നി ദഹിപ്പിക്കുന്നു. അതുപോലെ വായു വാതി എന്ന് പറയുന്നു. കാറ്റ് വീശുന്നു. വായു വാതി എന്ന് പറയുമ്പോൾ കാറ്റ് വീശുന്നു. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നു, അഗ്നി ദഹിപ്പിക്കുന്നു, കാറ്റ് വീശുന്നു. ഇതെല്ലാം ആരുടെ പ്രേരണ കൊണ്ടാണ്? ആരുടെ നിയന്ത്രണ ശക്തിയാണ് സ്വധർമ്മം ചെയ്യാൻ ഈ ദേവന്മാരെ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ദഹന ദഹതീച്ച വായു വാതി. അഗ്നി ദഹിപ്പിക്കുന്നു, കാറ്റ് വീശുന്നു. പിന്നെയും പറയണു തഥാ പദ്മജാദ്യാഃ അന്യൈ പുനഃ. തഥാ പദ്മജാദ്യാഃ അന്യേ പുനഃ എന്ന് പറയുമ്പോൾ തഥാ പദ്മജാദ്യാഃ അന്യേ പുനഃ എന്ന് പറയുമ്പോൾ അപ്രകാരം ബ്രഹ്മാവ് മുതലായ മറ്റ് ദേവന്മാരും എന്നാണ്. തഥാ പദ്മജാദ്യാഃ അന്യേ പുനഃ എന്ന് പറയുമ്പോൾ അപ്രകാരം ബ്രഹ്മാവ് മുതലായ മറ്റ് ദേവന്മാരും യത് ഭീതാഃ അനുകാലം ഉചിതബലീൻ ആഹരന്തേ. യത് ഭീതാഃ അനുകാലം ഉചിതബലീൻ ആഹരന്തേ. യാതൊരാളിലുള്ള ഭയം കൊണ്ട് അനുകാലം എന്ന് പറയുമ്പോൾ വേണ്ട സമയം ശ്രേഷ്ഠങ്ങളായ പൂജകളെ സമർപ്പിക്കുന്നു എന്നാണ്.
അപ്പോൾ തഥാ പത്മജാദ്യാഹ അന്യേ പുനഃ യത് ഭീതാഹ അനുകാലം ഉചിതബലീൻ ആഹരന്തേ എന്ന് പറയുമ്പോൾ അപ്രകാരം ബ്രഹ്മാവ് മുതലായ മറ്റ് ദേവന്മാരും യാതൊരാളിലുള്ള ഭയം കൊണ്ട് യദ്ഭീതാഹ യാതൊരാളിലുള്ള ഭയം കൊണ്ട് അനുകാലം ഉചിതബലീൻ ആഹരന്തേ ആണ് ശ്ലോകത്തിൽ പറയുന്നത്. അതായത് വേണ്ട സമയം ശ്രേഷ്ഠങ്ങളായ പൂജകളെ സമർപ്പിക്കുന്നു. പിന്നെ പറഞ്ഞു തേ പ്രാക് നിജപദം യേന ഏവ ആരോപിതാഹ. തേ പ്രാക് നിജപദം യേന ഏവ ആരോപിതാഹ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞവര് യാതൊരാളിലുള്ള ഭയം കൊണ്ട് വേണ്ട സമയം ശ്രേഷ്ഠങ്ങളായ പൂജകളെ സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ പൂജകളെയൊക്കെ സമർപ്പിക്കുന്ന അവര് എന്ന് പറയാം. തേ പ്രാക് നിജപദം യേന ഏവ ആരോപിതാഹ എന്ന് പറയുമ്പോൾ അവർ മുമ്പ് തങ്ങളുടെ സ്ഥാനത്ത് യാതൊരുവനാൽ കയറ്റി ഇരുത്തപ്പെട്ടവരും എന്നാണ്. അപ്പോ തേ പ്രാക് നിജപദം യേന ഏവ ആരോപിതാഹ എന്ന് പറയുമ്പോൾ അവർ മുമ്പ് യാതൊരുവനാൽ തങ്ങളുടെ സ്ഥാനത്ത് കയറ്റി ഇരുത്തപ്പെട്ടവരും, അതായത് ബ്രഹ്മാവ് മുതലായവരൊക്കെ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് ആരുടെ പ്രേരണ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിനൊക്കെ സ്ഥാനം മാറലുണ്ട്. 2 പരാർത്ഥങ്ങൾ അവസാനിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് തീർന്ന് ബ്രഹ്മാവ് ആ സ്ഥാനത്തുനിന്ന് മാറ്റപ്പെടുന്നു. അതാണ് പറയണത്. ബ്രഹ്മാവ് മുതലായവര് യാതൊരാളിലുള്ള ഭയം കൊണ്ട് വേണ്ട സമയം ശ്രേഷ്ഠങ്ങളായ പൂജകളെ സമർപ്പിക്കുന്നു. അവർ പ്രാക് നിജപദം യേന ഏവ ആരോപിതാഹ, അവർ മുമ്പ് യാതൊരുവനാൽ തങ്ങളുടെ സ്ഥാനത്ത് തന്നെ കയറ്റി ഇരുത്തപ്പെട്ടവരും, ബ്രഹ്മാവ് തുടങ്ങിയവര്, ദേവന്മാർ എന്ന് പറയാം, സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാരൊക്കെ മറ്റൊരാളുടെ ശക്തി കൊണ്ടാണ് അവർ അവരവരുടെ സ്ഥാനത്ത് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതാണ് തേ പ്രാക് നിജപദം യേന ഏവ ആരോപിതാഹ എന്നൊക്കെ പറയുമ്പോൾ അവർ മുമ്പ് യാതൊരുവനാൽ തന്നെ തങ്ങളുടെ സ്ഥാനത്ത് കയറ്റി ഇരുത്തപ്പെട്ടവരും പശ്ചാത് എന്ന് പറയുമ്പോൾ പിന്നീട്, അതായത് 2 പരാർത്ഥങ്ങളുടെ അവസാനത്തിൽ എന്ന് പറയാം. ച്യാവിതാരാച്ച എന്ന് പറയണം. പശ്ചാത് ച്യാവിതാരാച്ച എന്ന് പറയുമ്പോൾ 2 പരാർത്ഥങ്ങൾക്ക് ശേഷം 2 പരാർത്ഥങ്ങളുടെ അവസാനത്തിൽ ബഹിഷ്കരിക്കപ്പെട്ടവരും ആയി ഭവിക്കുന്നു എന്നാണ്. ച്യാവിതാരാച്ച എന്നൊക്കെ പറയുമ്പോൾ ആ സ്ഥാനത്തു നിന്ന് അവർ ബഹിഷ്കരിക്കപ്പെട്ടവരും ആയി ഭവിക്കുന്നു. അതായത് അവർക്ക് അവരുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറേണ്ടതായിട്ട് വരുന്നു എന്നാണ്. അപ്പൊ പശ്ചാത് ച്യാവിതാരാച്ച എന്ന് പറയുമ്പോൾ പിന്നീട് ബഹിഷ്കരിക്കപ്പെട്ടവരും ആയി ഭവിക്കുന്നു. അതായത്
അവർക്ക് അവരുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറേണ്ടതായിട്ട് വരുന്നു. ഇപ്രകാരം വിശ്വം നിയന്ത്രേ തസ്മൈ ഭവതേ കൃഷ്ണ വയം അപി പ്രണാമം കുർമ. ഇപ്രകാരം വിശ്വം നിയന്ത്രേ തസ്മൈ ഭവതേ കൃഷ്ണ വയമപി പ്രണാമം കുർമ എന്ന് പറയുമ്പോൾ ഇപ്രകാരം ലോകങ്ങളെ നിയന്ത്രിക്കുന്നവനായ ആ അങ്ങയ്ക്കായിക്കൊണ്ട് ഗുരുവായൂരപ്പ കൃഷ്ണ ഞങ്ങളും നമസ്കാരത്തെ ചെയ്യുന്നു, ഞങ്ങളും അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ വിശ്വം നിയന്ത്രേ തസ്മൈ ഭവതേ കൃഷ്ണ വയം അപി പ്രണാമം കുർമ. ഇപ്രകാരം ലോകങ്ങളെ നിയന്ത്രിക്കുന്നവനായ ആ അങ്ങയ്ക്കായിക്കൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ വയം അപി പ്രണാമം കുർമ എന്ന് പറയുമ്പോൾ ഞങ്ങളും നമസ്കാരത്തെ ചെയ്യുന്നു, ഞങ്ങളും ഗുരുവായൂരപ്പ അങ്ങയെ നമസ്കരിക്കുന്നു. അദൃശ്യ ശക്തിയുടെ നിയന്ത്രണ ശക്തി, അതായത് സർവശക്തനായ ഗുരുവായൂരപ്പ അങ്ങയുടെ അപാര ശക്തിയെക്കുറിച്ച് ഈ ശ്ലോകം അതിമനോഹരമായി വർണ്ണിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. സൂര്യ യത് ഭീത്യ ഉദേതി, സൂര്യൻ യാതൊരുത്തനിലുള്ള ഭയം കൊണ്ട് ഉദിക്കുന്നു. ദഹന ദഹതീച്ച, അഗ്നി ദഹിപ്പിക്കുന്നു. വായു വാതി, കാറ്റ് വീശുന്നു. തഥാ പത്മജാദ്യാഹ അന്യേ പുനഃ, അപ്രകാരം ബ്രഹ്മാവ് മുതലായ മറ്റു ദേവന്മാരും തഥാ പത്മജാദ്യാഹ അന്യേ പുനഃ യത് ഭീതാഹ അനുകാലം ഉചിതബലീൻ ആഹരന്തേ. അപ്രകാരം ബ്രഹ്മാവ് മുതലായ മറ്റ് ദേവന്മാരും യത് ഭീതാഹ അനുകാലം ഉചിതബലീൻ ആഹരന്തേ എന്നാണ്. യാതൊരാളിലുള്ള ഭയം കൊണ്ട് അനുകാലം എന്ന് പറയുമ്പോൾ വേണ്ട സമയം ശ്രേഷ്ഠങ്ങളായ പൂജകളെ സമർപ്പിക്കുന്നു. പിന്നെ ഈ ദേവന്മാരുടെ കാര്യം പറയണു. തേ പ്രാഗ് നിജപദം യേന ഏവ ആരോപിതാഹ എന്നാണ്. അവർ മുമ്പ് തങ്ങളുടെ സ്ഥാനത്ത്, തങ്ങളുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ യാതൊരുവനാൽ തന്നെ കയറ്റി ഇരുത്തപ്പെട്ടുവോ, കയറ്റി ഇരുത്തപ്പെട്ടവരും എന്ന് പറയാം. തേ പ്രാഗ് നിജപദം യേന ഏവ ആരോപിതാഹ, അവർ മുമ്പ് തങ്ങളുടെ സ്ഥാനത്ത്, തങ്ങളുടെ ഉയർന്ന സ്ഥാനത്ത് യാതൊരുവനാൽ തന്നെ കയറ്റി ഇരുത്തപ്പെട്ടവരും. പശ്ചാത് ച്യാവിതാരാച്ച, പശ്ചാത് ച്യാവിതാരാച്ച എന്ന് പറയുമ്പോൾ പിന്നീട്, അതായത് രണ്ട് പരാർത്ഥങ്ങൾക്ക് ശേഷം എന്ന് പറയാം. ബഹിഷ്കരിക്കപ്പെട്ടവരുമായി ഭവിക്കുന്നു. ച്യാവിതാരാച്ച എന്ന് പറയുമ്പോൾ ബഹിഷ്കരിക്കപ്പെട്ടവരും ആയി ഭവിക്കുന്നു. അതായത് അവർക്ക് അവരുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറേണ്ടതായി വരുന്നു. ഇപ്രകാരം വിശ്വം നിയന്ത്രേ തസ്മൈ ഭവതേ കൃഷ്ണ വയം അപി പ്രണാമം കുർമ. ഇപ്രകാരം ലോകത്തെ നിയന്ത്രിക്കുന്നവനായ, ലോകങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവനായ ഗുരുവായൂരപ്പ ആ അങ്ങയ്ക്കായിക്കൊണ്ട് കൃഷ്ണ ഞങ്ങളും നമസ്കാരത്തെ ചെയ്യുന്നു, ഞങ്ങളും അങ്ങയെ നമസ്കരിക്കുന്നു. വിശ്വം നിയന്ത്രേ തസ്മൈ ഭവതേ കൃഷ്ണ വയം അപി പ്രണാമം കുർമ എന്ന് പറയുമ്പോൾ ഇപ്രകാരം ലോകത്തെ അല്ലെങ്കിൽ ലോകങ്ങളെ നിയന്ത്രിക്കുന്നവനായ ആ അങ്ങയ്ക്കായിക്കൊണ്ട് ഗുരുവായൂരപ്പ കൃഷ്ണ ഞങ്ങളും നമസ്കാരത്തെ ചെയ്യുന്നു, ഞങ്ങളും അങ്ങയെ നമസ്കരിക്കുന്നു. അദൃശ്യ ശക്തിയുടെ
നിയന്ത്രണ ശക്തി ഗുരുവായൂരപ്പ, അതായത് സർവശക്തനായ ഗുരുവായൂരപ്പ, അങ്ങയുടെ അപാര ശക്തിയെക്കുറിച്ച് ഈ ശ്ലോകം അതിമനോഹരമായി വർണ്ണിക്കുന്നു.